ഓക്കെ, യെസ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഹലോ? ഓക്കെ, ശരി. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡിപ്പെൻഡന്റ് ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ഒരു സെക്ഷൻ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. 3 മെത്തേഡാണ് നമ്മൾ പ്രൈമറി ആയിട്ട്, നമുക്ക് ആക്ച്വലി 4 മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഇതിൽ 3 മെത്തേഡാണ് ആക്ച്വലി ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡന്റ് വേരിയബിൾ മെത്തേഡിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണെന്ന് അറിയാലോ? ഏതൊക്കെയാണ് മെത്തേഡുകൾ? Can you please list out those methods നമ്മൾ പഠിച്ചത്? Linear probability model. Yes. Logit model, probit model. Probit model. Yes. Probit model. Yes. So നമ്മൾ 4 മോഡൽസ്, അതിൽ പ്രധാനമായും നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ടോബിറ്റ് എന്തായാലും എസ് ആയിട്ടൊന്നും ചോദിക്കില്ല. അതൊക്കെ വളരെ ചെറിയ ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ, അതിനുള്ള കണ്ടന്റ് അതിൻ്റെ അത്. ഓക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡന്റ് വേരിയബിളിനെ കുറിച്ച് ചോദിക്കാം, ടോട്ടലായിട്ട് ചോദിക്കാം. അപ്പൊ നമ്മൾ അതിനെ സമ്മപ്പ് ചെയ്ത് എഴുതാനായിട്ടും കൂടി അറിഞ്ഞിരിക്കണം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ക്ലാസ് റൂമിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതും നമുക്ക് ചുരുക്കി എഴുതാനും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആസ് സച്ച് എസ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ശരി. നമ്മൾ ഇന്ന് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അത് 4.3 ആണ് സെക്ഷൻ. Simultaneous equation models എന്നാണ് എൻ്റെ ഹെഡിങ്. So we will start with simultaneous equation models. Okay, so far we have studied single equation models. Single equation model എന്ന് പറയുന്നത്, let me write one equation. yi is equal to, this is so much familiar to you because നമ്മളിത് ഒരുപാട് തവണയായി എഴുതുന്നു അല്ലേ? This is a linear model. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ് അല്ലേ? So there is a cause-effect relation here. Cause-effect relation. See, നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് എസ്റ്റാബ്ലിഷ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കോസ് എഫക്റ്റ്. പക്ഷേ നമ്മുടെ കൈവശമുള്ള ഡാറ്റയിൽ നിന്ന് വി ക്യാൻ സീ എ കോസ് എഫക്ട് റിലേഷൻ. നമ്മൾ തിയറിറ്റിക്കലി വി ആർ നോട്ട് എസ്റ്റാബ്ലിഷിങ് എനി കോസ് എഫക്ട് റിലേഷൻ. നമ്മൾ ഒരു ചെറിയൊരു ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കോസ് എഫക്ട് റിലേഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല തിയറിറ്റിക്കലി. ബട്ട് ഫ്രം ദാറ്റ് ഡാറ്റ വി ക്യാൻ ഷോ a cause-effect relation. So what is cause-effect relation? ഇവിടുത്തെ cause-effect relation എങ്ങനെയാണ്? Can anyone say what is the cause-effect relation? Hello, are you there? എന്താണ് കോസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്? കേൾക്കുന്നില്ലേ നിങ്ങൾ എന്നെ? ഓക്കെ. ഞാൻ വിചാരിച്ചിനി എന്റെ നെറ്റ്വർക്ക് എന്തെങ്കിലും ജാമായി പോയിട്ട് അറിയാൻ പാടില്ലാത്തോണ്ട്. നിങ്ങൾ ജാമായതാണ്, നെറ്റ്വർക്ക് ജാമായതല്ല അല്ലേ? അതന്നെ. ഓക്കെ. ദ കോസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് കോസ്, എന്താണ് ഇഫക്റ്റ്? ഇവിടുത്തെ കോസ് എന്ന് പറയുന്നത് എക്സിലെ ചേഞ്ച് ആണ് കോസ്. എക്സിലെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ വൈയില് എഫക്റ്റ് ഉണ്ടാവുന്നു. യെസ്, എക്സിലെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ വൈയിൽ എഫക്റ്റ് ഉണ്ടാവുന്നു.
കോസ് ഇഫക്റ്റ്, അതായത് ഇവിടുന്ന് നമ്മൾ എങ്ങനെയാണ് അതിന്റെ റിലേഷൻ പോകുന്നത് അല്ലെ, ഈ റിലേഷൻ്റെയൊക്കെ തോതുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ നിന്ന് റിലേഷൻ വരുന്നുണ്ട്, ഇതും നമുക്ക് കോസ് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. ഇത് കോസ് ആണെങ്കിൽ ഇത് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു കോസ് ഇഫക്റ്റ് കാണിക്കുകയാണ്. ഇത് യൂണി ഡയറക്ഷനാണ്. അതായത് ഒരു സൈഡിൽ നിന്ന് ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ ദിസ് ഈസ് അവർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇതെന്താണ് ഈ വേരിയബിൾ നമ്മൾ എന്താ വിളിക്കുക? Stochastic disturbance time, which includes all the variables that may affect y, but we are not included in our model. നമ്മുടെ മോഡലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാൽ വൈനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ വേരിയബിൾസിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ദിസ് റാൻഡം വേരിയബിൾ. ദിസ് ഈസ് കോൾഡ് റാൻഡം വേരിയബിൾ ഫോർ സ്റ്റോക്കാസ്റ്റിക്. Stochastic means random. Anything can be there. There is no specific. We cannot specify that which one. But anything can affect this y. So here, y can also. Yeah, recording started. Okay, yes. Y can also make effects on this. Sorry, ui can also make effects on y. But I'm just showing one unidirectional relation. But in real world, not all these equations are single equations, which means that this x can cause changes in y and y can also influence x. If they are mutually dependent, see, that point is very important. In real world, not all these equations are not single equations. എക്സ് വൈനെ മാത്രമല്ല, തിരിച്ച് വൈക്ക് എക്സിനെയും സ്വാധീനിക്കാൻ പറ്റും. സി, ഞാൻ അതിനെങ്ങനെ കാണിക്കുകയാണ്. ഇഫ് വൈ ക്യാൻ ഇൻഫ്ലുവൻസ് എക്സ്, നോട്ട് എവറി എക്സ്, എല്ലാ എക്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നല്ല. ദർ കാൻ ബി എ നമ്പർ ഓഫ് എക്സ്. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഒരെണ്ണമല്ല. നമ്മൾ യൂഷ്വലി നമുക്കറിയാം, റിയൽ വേൾഡിൽ മോസ്റ്റ് ഓഫ് ദ റിഗ്രഷൻ മോഡൽസ് ആർ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസ്. That means that ഒരു ഡിപെൻഡന്റ് വേരിയബിളിനെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്ത്. There are multitude of independent variables, but some of them are mutually dependent. അതായത് കുറച്ച് എക്സ് ഈ വൈനാൽ സ്വാധീനിക്കപ്പെടുകയും എക്സ് വൈനെ സ്വാധീനിക്കുകയും ചെയ്താൽ, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് എക്സുകളെല്ലാം വൈനെ സ്വാധീനിക്കുന്നുണ്ട്. That is a cause effect relation in a single equation model. But നേരെ തിരിച്ച് വൈയും കുറച്ച് എക്സുകളെങ്കിലും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് കോസ് എഫക്ട് റിലേഷൻ യൂണി ഡയറക്ഷണലായിട്ട് നമ്മൾ ഇതുവരെയും പഠിച്ചു. മറിച്ച് ഡിപ്പെൻഡന്റ് വേരിയബിളും കുറച്ച് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെങ്കിലും തിരിച്ച് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ then they are mutually dependent. ആ വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. Take care of this term from right now onwards. They are called endogenous variables. This can be asked in an examination. Endogenous variables. എന്താണ് endogenous variables? മോഡലിന്റെ ഉള്ളിലുള്ളതല്ലേ? മോഡലിന്റെ ഉള്ളില് അങ്ങനെയല്ല. അത് നമ്മൾ അങ്ങനെ നമുക്ക് you're right, they are included in the model, but let me write this first. ഇവിടെ എക്സോജനസ് വേരിയബിൾ ഉണ്ടാവും. മോഡലിന്റെ ഈ ഉള്ളിൽ തന്നെ എക്സോജനസ് വേരിയബിൾ ഉണ്ടാവും. ആ എക്സോജനസ് വേരിയബിൾ എന്ന് പറയുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റില് they are not mutually dependent. വൈ തിരിച്ച് ഏതെങ്കിലും ഒരു എക്സിനെ സ്വാധീനിക്കുന്നില്ല എങ്കിൽ that variable is exogenous variable. We will deal with some examples, of course, but let me strike the main point right now. Endogenous variable എന്ന് പറയുന്നത് എക്സ് വൈനെ സ്വാധീനിക്കുകയും വൈ എക്സിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആണെങ്കിൽ, രണ്ടും രണ്ടിനെയും സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ those variables are called endogenous variables. And if some x's are causing effect on y, but y in turn cannot determine that x,
then that x is exogenous variable. ഒരു എക്സ് വൈനെ സ്വാധീനിക്കുന്നുണ്ട്, നേരെ തിരിച്ച് വൈ ആ എക്സിനെ സ്വാധീനിക്കുന്നില്ല എങ്കിൽ ആ എക്സ് ഇൻഡിപെൻഡന്റ് ആണ്, ട്രൂലി ഇൻഡിപെൻഡന്റ് ആണ്. അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ വിളിക്കുന്നത് ആ ട്രൂ സെൻസിൽ അത് ഇൻഡിപെൻഡന്റ് ആണ്. സോ ദാറ്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ is exogenous variable. We have talked about this exogenous endogeneity earlier. In that sense, you are right. That means those variables that are included in the model are endogenous variables. നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. You are right in that sense. But here we are making some specific distinction between endogenous and exogenous variable. നമ്മൾ സിംഗിൾ ഇക്വേഷൻ മോഡൽ പറയാൻ നേരത്തെ പറഞ്ഞ എക്സോജനിറ്റിയുടെ ഡെഫിനേഷൻ ശരിയാണ്. But in the context of a multiple or in the context of a simultaneous equation model, endogenous variables are those variables which are mutually dependent. നമുക്ക് ഒരു വഴി എൻഡോജിനസ് വേരിയബിളിനെ കാണിക്കാനായിട്ട് ഞാൻ ഒരു വഴി കാണിക്കാം. ഇത് ട്രൂലി എപ്പോഴും ശരിയാവണമെന്നില്ല. ഒരെണ്ണം ഞാൻ കാണിക്കാം. ഇതിപ്പോ സി y1 is equal to ആൽഫ 0. ഞാൻ ആൽഫ എഴുതുകയാണ്, കാരണം ഞാൻ ബീറ്റ വേറെ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആൽഫ 1 y2i ആണെന്ന് വിചാരിക്കും. ഇത് y1 ആണ്, y1i. This is y1i. That is equal to alpha 0 plus alpha 1 y2i plus alpha 2 x1i plus u1i. ഇവിടെ ഈ ഇക്വേഷനിൽ നിങ്ങൾ ഈ പാരാമീറ്റേഴ്സിന്റെ നൊട്ടേഷൻസ് നോക്കണ്ട, എല്ലാത്തിനും സെയിം അർത്ഥമാണ്. ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് y2ന്റെ കോഎഫിഷ്യന്റ് ആണ്, ഇത് x1ന്റെ കോഎഫിഷ്യന്റ് ആണ്, ഇത് സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ആണ്. ഓക്കെ, ഇത് രണ്ടും എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. y2ഉം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, x1 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. ഇത് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലാണ്, ഇത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. നേരെ തിരിച്ച് ഞാൻ മറ്റൊരു ഇക്വേഷൻ എഴുതുകയാണ്. ദാറ്റ് ഈസ് y2i. This is y2i is a function of beta 0 plus beta 1. This y1i, another ready y1i. Okay, plus beta 2 x1i, which is same as in the first equation, plus u2i. This is a stochastic variable corresponding to the second equation. See, ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് വളരെ പെട്ടെന്ന് എൻഡോജിനസ് വേരിയബിൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്ന ഡിപെൻഡന്റ് വേരിയബിളിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. രണ്ടാമത്തെ ഇക്വേഷനിൽ ഇവിടെ y1 ആണ് ഡിപെൻഡന്റ് വേരിയബിൾ, y2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, x1 എന്ന് പറയുന്നത് അനദർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഇക്വേഷനിൽ നോക്കാം, y2നെ സ്വാധീനിക്കുന്നത് y1 നേരത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ സ്വാധീനിക്കുന്നുണ്ട്, അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയി. ഈ സെയിം ഇൻഡിപെൻഡന്റ് വേരിയബിൾ തന്നെ ഇവിടെ നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ വി കൻ ഈസിലി ഐഡന്റിഫൈ ദ എൻഡോജിനസ് വേരിയബിൾ ഹിയർ. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷനിൽ വന്നിരിക്കുന്ന കാര്യം രണ്ടാമത്തെ ഇക്വേഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്നു. ഫസ്റ്റ് ഇക്വേഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്ന വേരിയബിൾ സെക്കൻഡ് ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് ദേ ആർ മ്യൂച്വലി ഡിപെൻഡന്റ്. ആ കേസ് അങ്ങനെ നോക്കിയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഈ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ദിസ് y1i ആൻഡ് y2i ഈ രണ്ട് വേരിയബിളും എന്താണ്? എൻഡോജിനസ് വേരിയബിൾ ആണ്. ദീസ് ടു ആർ എൻഡോജിനസ് വേരിയബിൾസ്. They are mutually dependent.
But let's take it x1. Let's consider x1i. x1i. x1i രണ്ട് കേസിലും എന്താണ് മോഡലിന്റെ അകത്തുണ്ട്, but they are truly independent variables which are not at all affected by y1 or y2. That means this is exogenous variable. Okay, see. രണ്ട് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇനി ഞാൻ എക്സാമ്പിൾസിലേക്ക് അടയ്ക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത്രയും ആശയം പറഞ്ഞത് ക്ലിയർ ആണോ? സിഗ്നൽ ജാം ആയതാണോ? ഇല്ല സാർ, ക്ലിയർ ആണ്. ഓക്കെ, ശരി. ഞാൻ ഈ പറഞ്ഞ കാര്യം നമുക്കൊരു എക്സാമ്പിളിലൂടെയും കൂടി നമുക്ക് നോക്കാം. ഞാൻ രണ്ട് എക്സാമ്പിളുകൾ നിങ്ങൾ എടുക്കുന്നുണ്ട്. എക്സാമ്പിൾ 1 ഈസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മോഡൽ. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾസ് ആണ് ഞാൻ എടുക്കുക. Actually, these examples are from Damodar Gujarati model textbook. So you can refer that. അദ്ദേഹം ഒരു 4-5 എക്സാമ്പിൾസ് നൽകുന്നുണ്ട്. അതിൽ നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മോഡൽ. അതിന് മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ. എൻഡോജനസ് വേരിയബിൾ ഇങ്ങനെ ഇത്ര എളുപ്പത്തിൽ എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല കേട്ടോ. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിയിട്ട് നമുക്ക് എല്ലാ വേരിയബിൾസിനെയും നമുക്ക് എൻഡോജനസ് ആണോ എന്ന് പറയാൻ പറ്റില്ല. എൻഡോജനസ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ തിയറി ആൻഡ് സീ ദാറ്റ് വെദർ ദീസ് ടു വേരിയബിൾസ് ആർ മ്യൂച്വലി ഡിപ്പെൻഡന്റ്. ഈ കേസിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഇക്വേഷൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ബട്ട് അറ്റ് ടൈംസ് ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് അതങ്ങനെ മാറി വന്നൊന്നുമില്ല. ഓക്കെ, ലെറ്റ്സ് സീ. So first we will take the. നിങ്ങൾ എഴുതി എടുക്കുന്നുണ്ടല്ലോ അല്ലേ? sir. Okay. So first we will write the demand function. So this is demand function. Demand function എന്ന് പറയുന്നത് ഞാൻ ടി എന്നുള്ള സബ്സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത് വേറെ ഒന്നുമല്ല, ടൈം സീരീസ് ഡാറ്റ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന ടൈം സീരീസ് ഡാറ്റയിലേക്ക് അദ്ദേഹം ആ ഒരു എക്സാമ്പിൾ ഇട്ടിരിക്കുന്നുണ്ട്, അങ്ങനെ കാണിച്ചിരിക്കുന്നു. മേ ബി ദ ഡാറ്റ ഈസ് ടൈം സീരീസ്, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ let me write alpha 0 plus alpha 1 pt plus u1 t, where alpha 1 a priori we assume that it is less than, it is less than 0. This is an a priori assumption. We will go to that. Okay. Then the equation. Then the other one is supply function. Supply function is quantity supplied is equal to beta 0 plus beta 1 pt plus this is stochastic random variable
U2T, where our a priori assumption is that beta 1 beta 1 ഇത് ഞാൻ എഴുതിയത് മാറിപ്പോയിട്ടുണ്ട്, ഞാനത് കറക്റ്റ് ചെയ്തതാണ്. ആക്ച്വലി ബീറ്റ 1 ഈസ് ഗ്രേറ്റർ ദാൻ 0. ദിസ് ഈസ് റോങ്. ഞാൻ പറഞ്ഞപ്പോൾ ശരിയായിരുന്നു, പക്ഷെ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. ഇതില് ഞാൻ എഴുതി വന്നപ്പോഴും എന്താണ് പറഞ്ഞത്, ആൽഫ 1 ഗ്രേറ്റർ ദാൻ 0 ആയിപ്പോയി. നേരെ തിരിച്ചാണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് ആൽഫ 1 ലെസ് ദാൻ 0. ദാറ്റ് മീൻസ് നെഗറ്റീവ്. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻ നിങ്ങൾക്കറിയാലോ. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് what is the equilibrium condition here? എന്തായിരിക്കും equilibrium condition? Okay, this is very familiar idea for us. നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനും ഇത് 2 വേരിയബിൾ ആണ്. രണ്ട് വേരിയബിൾസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഏതൊക്കെയാണ് വേരിയബിൾസ്? ഡിമാൻഡ് ഫംഗ്ഷനിലെ വേരിയബിൾസ് ഏതൊക്കെയാണ്? പ്ലീസ് ടെൽ മീ. ഹലോ. Price. Okay, yes. This is price. This is our independent variable. This is Quantity demand. Yes, you are right. This is stochastic random variable, which means that all other variables which may affect quantity demanded apart from price, which that we have already included in our model. And what this signifies? Alpha 1 less than 0, which means alpha 1 is negative, which means come on, which means എന്താണ് കോഎഫിഷ്യന്റ്, സ്ലോപ്പ് കോഎഫിഷ്യന്റ് എന്താണ്? മൈനസ് ആയിരിക്കും. അപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് അത്രയും കുറയുന്നല്ലേ? Yeah, the inverse relationship between quantity demanded and price. എന്താണ് അത്? ആൽഫ 1 നെഗറ്റീവ്. ആൽഫ എന്ന് പറയുന്നത് സ്ലോപ്പ് കോഎഫിഷ്യന്റ് ആണ്. പ്രൈസിൽ ഒരു മാറ്റം ഉണ്ടായാൽ how much response it will cause quantity demand, cause effect. Yes. Beta 1 എന്ന് പറയുന്നത് greater than 0 ആണ്, which means that when price increases, quantity supplied കുറയും. When price increases, quantity supplied കൂടും. അല്ലേ? There is a direct relationship between price and the quantity supplied. The equilibrium condition is here. ഇവിടെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡയഗ്രാംസുകൾ ഉണ്ട്. ആ ഡയഗ്രാംസ് ഞാൻ പെട്ടെന്ന് വരയ്ക്കാം. ഇതിൽ we are going to prove that quantity demanded or quantity as such and the price, they are endogenous variables. That means they are mutually dependent variables. See, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഓവർലാപ്പ് ചെയ്ത് കയറിയൊന്നും വന്നിട്ടൊന്നുമില്ല, ഇല്ലേ? പ്രൈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് വന്നിട്ടില്ല. നമ്മൾ ഒരു ഇക്വേഷനിൽ നമ്മളത് കാണിച്ചിട്ടില്ല. Simultaneous എന്ന് പറയുന്നത് സിംഗിൾ ഇക്വേഷൻ അല്ല. There will be simultaneous equations. There will be more than one equations in the model. പക്ഷെ നമ്മൾ ഒരു മോഡൽ പോലും ഈ ഒരു ഡിമാൻഡ് സപ്ലൈ മോഡൽസിൽ നമ്മൾ ഒരിക്കലും പ്രൈസിനെ ഡിപെൻഡൻസ് സൈഡിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ബട്ട് വി ആർ ഗോയിങ് ടു സേ ദാറ്റ് ദീസ് ടു ആർ എൻഡോജനസ് വേരിയബിൾ ആൻഡ് ഹൗ ദാറ്റ് ക്യാൻ ബി പ്രൂവ്ഡ്. സി, ഞാൻ ആദ്യം തന്നെ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണ്. ഈ ഡയഗ്രാം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡയഗ്രാമാണ്. ഇവിടെ നമ്മൾ എന്താണ് കാണിക്കുക? ക്വാണ്ടിറ്റിയാണ് കാണിക്കുക. ഇവിടെ നമ്മൾ പ്രൈസ് ആണ് കാണിക്കുക. സോ നമ്മൾ ആദ്യം തന്നെ ഒരു ഡിമാൻഡ് വരച്ചു, പിന്നെ നമ്മളൊരു സപ്ലൈ വരച്ചു. നമുക്ക് എന്ത് കിട്ടി? ഇക്വിലിബ്രിയം പ്രൈസും കിട്ടി,
got equilibrium price and equilibrium quantity. Or let me say this is P0, Q0, or the initial equilibrium price and equilibrium quantity. Okay. Now, പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് അലോങ് ദി കർവ് ആണ് നമുക്കറിയാം. ഷിഫ്റ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഷിഫ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും എന്നതാണ് ഈ ഇൻവേഴ്സ് റിലേഷൻ. ഈ ഒരു കർവ് കാണിക്കുന്ന ഡിമാൻഡ് കർവ് കാണിക്കുന്നു അല്ലേ? ഇത് കാണിക്കുന്നത് സപ്ലൈ കർവാണ്. സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്ന് നോക്കാം, ഈ ഇത് കാരണമാണ് ഈ ഷേപ്പ് ഉള്ളത്. ഇത് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഇത് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇത് അപ്വേർഡ് സ്ലോപ്പിംഗ്. ഓക്കെ. അപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റിയുമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുകയും ചെയ്യുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ഇവിടെ കാണിച്ചു, ഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ഇവിടെ കാണിച്ചു. വാട്ട് എവർ. ഇവിടെ ക്യൂ, ഇവിടെ പ്രൈസ്. ഇനി ഡിമാൻഡ് കർവില് സപ്ലൈ, ഡിമാൻഡ്. Okay, suppose this is P0, Q0. Suppose there is a shift in demand or an upward shift in demand. Which is designated by D1. This is D1. Okay. What caused this shift in demand? ആർക്കെങ്കിലും എന്തൊക്കെയാവാം ഡിമാൻഡ് കൂടാനായിട്ടുള്ള കാരണം? ഷിഫ്റ്റ് ഉണ്ടാവാൻ കാരണം, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ കാരണം. Is it because of price? പ്രൈസ് കുറഞ്ഞത് കൊണ്ടാണോ? പ്രൈസ് കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് കാണിക്കും? പ്രൈസ് കുറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നത്. ഇറ്റ് ഈസ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. വാട്ട് കോസ് ടു ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്? This is an increase in demand. What caused it? Can you specify any independent variable that might have caused an increase in demand? Which means that with a price കൂടി, the P1 ആയിട്ട് കൂടി, quantity Q1 ആയിട്ട് കൂടി. ഹലോ, കേൾക്കുന്നുണ്ട് സാർ. ഇൻഫീരിയർ ഗുഡ്സിന്റെ ഒക്കെ കേസിൽ. ഹലോ സാർ. സാറിനും കറണ്ട് പോയി കാണും.
Hello, I am back. Hello, sir. Hello. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, ഇവിടെ കറണ്ട് പോയി, നെറ്റ് പോയി. ഞാനിപ്പോ വേറെ നെറ്റിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. ഞാൻ കുറെ നേരമായിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആൻസർ ചെയ്യാനില്ല. അപ്പൊ നോക്കിയപ്പോഴാണ് നിങ്ങൾ നെറ്റ്വർക്ക് പുറത്താണ്. ഈ ചോദ്യം നിങ്ങൾ കേട്ടിരുന്നോ? സാർ കേട്ടു. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നതല്ലേ? അതെ. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തു. അത് എന്തുകൊണ്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? പ്രൈസ് കുറഞ്ഞത് കൊണ്ട് എന്തായാലും ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യില്ല. പിന്നെ എങ്ങനെ അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്തു? എന്തായിരിക്കും ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ മതി. ആ കാരണം കേട്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇതൊക്കെയാണ്. ഒരു അതർ തിങ്, യെസ്, അതർ ഫാക്ടേഴ്സ് ദാൻ പ്രൈസ്. ഏത് ഫാക്ടർ? ക്യാൻ യു സ്പെസിഫൈ വൺ ഫാക്ടർ? ഡിമാൻഡ്, പ്രൈസ്. ഇൻകം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഓക്കെ, യെസ്, വെരി ഗുഡ്. അതല്ലെങ്കിൽ ഇൻകം. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ആവാം, പ്രൈസ് ഓഫ് കോംപ്ലിമെന്ററി ആവാം, ഇൻകം ആവാം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആവാം, പോപ്പുലേഷൻ സൈസ് ആവാം. അങ്ങനെ പല കാര്യങ്ങൾ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ഇൻകം. ഈ കാര്യങ്ങളെല്ലാം വരുന്ന ഇൻകം മാത്രമായിട്ട് എടുക്കണ്ട. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇൻകം വായിക്കാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കയറി വരും. ദീസ് അതർ തിങ്സ്, ഞാൻ അതർ തിങ്സ് എഴുതാം. ഓക്കെ, ദീസ് അതർ തിങ്സ് ഞാൻ ഈ അതർ തിങ്സ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരും? ഇൻകം വരും, പ്രൈസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് വരും, പ്രൈസസ് ഓഫ് കോംപ്ലിമെന്ററി വരും, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വരും. ഓൾ അതർ ഫാക്ടേഴ്സ് ദാറ്റ് വിൽ കം ഇൻ ടു ഹിയർ. ശരിയല്ലേ? സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ എന്ന് പറയുന്നത് ഓൾ ദ വേരിയബിൾസ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇക്വേഷൻ. ഓക്കെ, ഇത് നമ്മുടെ മെയിൻ പോയിന്റ്. അപ്പൊ ഇതിലൊരു ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ ഈ ഷിഫ്റ്റ് ഉണ്ടായത്. ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഇതിലൊരു ചേഞ്ച് ഉണ്ടായപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ഉണ്ടായി. ഷിഫ്റ്റ് സംഭവിച്ചപ്പോൾ ഏതൊക്കെ ചേഞ്ച് ചെയ്തു? ഈ ഷിഫ്റ്റ് സംഭവിച്ചപ്പോൾ എന്തൊക്കെ ചേഞ്ച് ചെയ്തു? പ്രൈസും ക്വാണ്ടിറ്റിയും ചേഞ്ച് ചെയ്തു. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ഇവിടെ ഈ ഒരു ഷിഫ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിനുള്ള ചേഞ്ചാണ്. ഇതിലെ ചേഞ്ച് ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്, നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ മോഡലിലൂടെ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോ ഇതിൽ ചേഞ്ച് വന്നപ്പോൾ ഇത് മാറി. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് മാത്രം മാറിയില്ല. ഇത് മാത്രം മാറിയിരുന്നെങ്കിൽ പ്രോബ്ലം സോൾവ്ഡ്. സിംഗിൾ ഇക്വേഷൻ, ദാറ്റ് ഈസ് സിംഗിൾ ഇക്വേഷൻ മോഡൽ. കാരണം നമ്മൾ ക്ലാസിക്കൽ അസംഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അസംഷൻ നമ്മൾ നടത്തിയിരുന്നു. ഇൻഡിപെൻഡൻസ് ഓഫ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ ആൻഡ് സ്റ്റോക്കാസ്റ്റിക് റാൻഡം വേരിയബിൾ. അതായത് നമ്മൾ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് യു ഐ ഈസ് ഇക്വൽ ടു 0. അതല്ലെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ഐ ആൻഡ് യു ഐ ഈസ് ഇക്വൽ ടു 0. ഇത് നമ്മളൊരു ക്ലാസിക്കൽ അസംഷനിൽ നടത്തിയിരുന്ന അസംഷനായിരുന്നു. അതായത് ഇത് രണ്ടും തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല? റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിക്കോളിനിയാരിറ്റി. ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ഇടയിൽ കോറിലേഷൻ വന്നു കഴിഞ്ഞാൽ അത് മൾട്ടിക്കോളിനിയാരിറ്റിയാണ്. ഇതിനെ സ്വാധീനിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് ചേഞ്ച് ചെയ്തപ്പോഴും രണ്ടും ചേഞ്ച് ചെയ്തു. ഇതും ചേഞ്ച് ചെയ്തു. ദാറ്റ് മീൻസ് ദീസ് ടു ആർ മ്യൂച്വലി ഡിപ്പെൻഡന്റ്. ഇതിലൊരു ചേഞ്ച് ഉണ്ടായ സമയത്ത് ഇത് രണ്ടും ചേഞ്ച് ചെയ്തു. ഇത് മാത്രം ചേഞ്ച് ചെയ്തില്ല, ഇത് ചേഞ്ച് ചെയ്തു, ഇതും ചേഞ്ച് ചെയ്തു. സോ there is some mutual dependence between QDT and PT. So we can prove that these two are mutually dependent or endogenous variables. Okay, so that is the endogeneity example. ഇതിലും നമുക്ക് endogenous പറയാനായിട്ട് പറ്റും. ഇവിടെ പ്രൈസ് ഒഴിച്ച് ഇതിൽ ഒരു വേരിയേഷൻ ഉണ്ടായാൽ സെയിം ലോജിക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ പറയാം U2T. അതായത് ക്വാണ്ടിറ്റി സപ്ലൈഡിനെ സ്വാധീനിക്കുന്നത് പ്രൈസ് ആവാം. അങ്ങനെയാണെങ്കിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഈ ഷിഫ്റ്റ് വേണമെങ്കിൽ എനിക്ക് ഡൗൺവേർഡും വരക്കാം കേട്ടോ. ഞാൻ നോട്ട്സിൽ നിങ്ങൾക്ക് ഡൗൺവേർഡ് ഷിഫ്റ്റ് എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ,
ഇവിടെ ഈ കേസിൽ പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ പ്രൈസ് ഒഴിച്ച് മറ്റേതെങ്കിലും ഒരു ഫാക്ടർ ക്വാണ്ടിറ്റി സപ്ലൈനെ വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഇഷ്ടംമാതിരി ഫാക്ടേഴ്സ് വർദ്ധിപ്പിക്കുന്നുണ്ട്. റോ മെറ്റീരിയലിൻ്റെ വില കുറയുന്നതാവാം, അതല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആവാം. എന്ത് സംഭവിച്ചാലും സപ്പോസ് ദർ ഈസ് എ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ ഉണ്ടായി, ക്വാണ്ടിറ്റി സപ്ലൈഡ് മാത്രമല്ല മാറ്റം വരിക, പ്രൈസും മാറും. ക്വാണ്ടിറ്റി സപ്ലൈഡ് മാത്രമല്ല പ്രൈസും മാറും. നിങ്ങൾ ആ ഡയഗ്രാം ഒരു ഷിഫ്റ്റ് ഉണ്ടാവുമല്ലോ, സപ്ലൈ കർവിലേക്ക് ഒരു റൈറ്റ് ടു വെയ്റ്റ് ഷിഫ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. ആ റൈറ്റ് ടു വെയ്റ്റ് ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടുകയും ചിലപ്പോൾ പ്രൈസ് കുറയുകയും ചെയ്യാം. ബട്ട് ഇൻ ദാറ്റ് കേസ് these two are mutually dependent and they are endogenous variables. So those variables in the equation which are mutually dependent, they are called endogenous variables. The exogenous variables are truly independent variables which are not influenced at all by the dependent variable. Okay, you followed that example? എക്സാമ്പിൾ ക്ലിയർ ആണല്ലോ, നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ എടുക്കുന്നു. ദാറ്റ് ഈസ് കെനീസിയൻ മോഡൽ. അപ്പോൾ നമ്മൾ 2 എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഞാൻ കെനീസിയൻ സിമ്പിൾ കെനീസിയൻ മോഡൽ ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് അതിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് കൺസംഷൻ ഫംഗ്ഷൻ എന്നുള്ള ഇക്വേഷൻ എടുക്കണം. ഓക്കെ, consumption, this is yes, consumption function, that is, let me write ct, this is consumption at time period t, is equal to beta 0 plus beta 1 yt plus ut, where consumption is a function of income എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇൻകവും കൺസംഷൻ തമ്മിലുള്ള റിലേഷൻ ആണ്. ആൻഡ് അപ്രയോറി നമ്മൾ തിയറിറ്റിക്കലി വി അസ്യൂം ദാറ്റ് ബീറ്റ 1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഇൻ ബിറ്റ്വീൻ 1 and 0, ബിക്കോസ് എക്സാക്ട് പ്രൊപ്പോർഷൻ ഇല്ല. നമ്മളിപ്പോൾ അബ്സൊല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻകം വർദ്ധിച്ചാൽ കൺസംഷൻ വർദ്ധിക്കും, ബട്ട് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി. ദാറ്റ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലാണ്. അതാണ് നമ്മുടെ തിയറി. സോ ദിസ് ഈസ് കൺസംഷൻ ഫംഗ്ഷൻ. ഇനി ഇൻകം ഐഡന്റിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻകം ഐഡന്റിറ്റി ദാറ്റ് ഈസ് national income is equal to total expenditure. Total expenditure എന്ന് പറയുന്നത് consumption expenditure in a simple model, it is equal to consumption expenditure plus investment expenditure. So this is investment expenditure, and investment is actually if there is no leakage, it is equal to saving. This investment is actually equal to saving. അപ്പോൾ ഒന്നുകൂടി പറയണം, ഇതെന്താണ്? കെനീസിയൻ സിമ്പിൾ കെനീസിയൻ മോഡൽ ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ ആണ് ഞാൻ ഇതിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൺസംഷൻ ഫംഗ്ഷൻ ആണ്, ഇത് ഇൻകം ആണ്. ഇൻകം അഗ്രിഗേറ്റ് ഇൻകം ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ. സോ നമ്മൾ ആ മോഡൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ പറയാം. നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്, എൻഡോജിനസ് വേരിയബിൾ കാണിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. ലെറ്റ് മീ റൈറ്റ് ദിസ്. ദിസ് ഈസ് വൈ. നമ്മൾ സാധാരണഗതിയിൽ സി പ്ലസ് എസ് എന്നാണ് എഴുതുന്നത്. എസ് ഇസ് ഈക്വൽ ടു ഐ. സോ ഞാനിവിടെ സി പ്ലസ് ഐ എന്ന് തന്നെയാണ് എഴുതുന്നത്. C plus S എന്നാണ് നമ്മൾ മോഡലിൽ പഠിച്ചിരിക്കുന്നത്, which is same as investment because there is an investment saving equality. Okay, then we have, this is a linear, simple linear equation. So we have a consumption function which is a straight line,
with intercept beta 0 and slope beta 1. So we have this is CT. This is CT, which is equal to, with an intercept beta 0 plus slope beta 1 YT. And this is our national income. We have national this is our total income, and the total expenditure. Total expenditure, let me C plus I, which is shown by C plus I. So ഇതാണ് നമ്മുടെ ഈക്വാളിറ്റി എന്ന് പറയുന്നത്, ഇൻകം ഈക്വാലിറ്റി. നമ്മൾ ഇപ്പോൾ ഇൻകം ഐഡന്റിറ്റിയിൽ ഇതാണ് നമ്മുടെ ഈക്വാലിറ്റി പോയിന്റ്. C plus S is equal to C plus I എന്നുള്ള പോയിന്റ് ആണ് അത്. Okay, here we are saying that consumption and income are endogenous variables, because if there is a shift in you, or if there is any change in you, the consumption function changes. അതായത് യുവിൽ ഒരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്യും. ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ഇൻകം ഐഡന്റിറ്റി തന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. യുവിൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ എന്ത് ചേഞ്ച് ചെയ്യും? സി ചേഞ്ച് ചെയ്യും. സി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈ ചേഞ്ച് ചെയ്യും. അതായത് സിയും വൈയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു? സി ഡിപെൻഡന്റ് വേരിയബിളും വൈ ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. സോ ക്ലാസിക്കൽ അസംഷൻ പ്രകാരം ഇതും തമ്മിൽ റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. യുവും ഇതും തമ്മിൽ റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. യുവിൽ ഒരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കാം. യുവിൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ, യു എന്ന് പറയുന്നത് all the factors other than income, aggregate income, that influences aggregate consumption. Are you following me? sir. Okay. So യുവിൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ കൺസംഷൻ വർദ്ധിക്കും. കൺസംഷൻ വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ ഇൻകം ഐഡന്റിറ്റി നോക്കാം. കൺസംഷൻ വർദ്ധിച്ചാൽ ഇവിടെ സി വർദ്ധിച്ചല്ലോ. ഇവിടെ ഈ സി വർദ്ധിച്ചു. കാരണം യുവിൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ, എന്തൊരു മാറ്റം ഉണ്ടായി, അതിന്റെ ഫലമായിട്ട് സി വർദ്ധിച്ചു. ആ സിയിലെ വർധനവ് ഇവിടെ വന്നു. സിയിലെ വർധനവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? വൈയും വർദ്ധിക്കും. അതായത് ഇവിടെ ഈ വൈ വർദ്ധിച്ചു എന്നാണ്. അപ്പൊ യുവിൽ ചേഞ്ച് ഉണ്ടായാൽ സിയും വർദ്ധിക്കും, വൈയും വർദ്ധിക്കും. യു എന്ന് പറയുന്നത് എന്താണ്? യു എന്ന് പറയുന്നത് എനിത്തിങ് അതർ ദാൻ ഇൻകം ദാറ്റ് ഇൻഫ്ലുവൻസസ് കൺസംഷൻ. കൺസംഷൻ സ്വാധീനിക്കുന്നത് നാഷണൽ ഇൻകം മാത്രമല്ലല്ലോ, വേറെ എന്തോരം കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. സോ അതിൽ ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് ഫാക്ടർ ഉണ്ടായാൽ അത് പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവാം. ഇത് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? കൺസംഷനും കൂടും, ഇൻകവും കൂടും. ഇത് നെഗറ്റീവ് ആണെങ്കിലോ കൺസംഷനും കുറയും, ഇൻകവും കുറയും. So we can prove that in this way. We can prove that CT and YT are endogenous variables. They are endogenous variables. So basically we studied endogenous variables. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇതിന്റെ ഇടയിൽ പറഞ്ഞുപോയി, ഞാനധികം സ്ട്രെസ് കൊടുത്തില്ല എന്ന് മാത്രം. ഇവിടെ ഒരു ക്ലാസിക്കൽ അസംഷനെ, അതായത് നമ്മൾ ഓയിലസിന്റെ 10 അസംഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ അസംഷൻസ് നമ്മുടെ ഇടയിൽ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കും. ഈ അസംഷൻസിന്റെ ഒരു അസംഷൻ ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 2 അസംഷൻ നമുക്ക് പറയാം. ഒന്ന്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഷുഡ് ബി നോൺ സ്റ്റോക്കാസ്റ്റിക്, റാൻഡം ആവാൻ പാടില്ല എന്നുള്ളതാണ് ഒരു അസംഷൻ. അതിവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു. കാരണം ഇതിപ്പോ റാൻഡമായി. കാരണം ഇതിലൊരു ചേഞ്ച് ഉണ്ടായാൽ ഇതിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഫിക്സ്ഡ് വാല്യൂസ് അല്ല ഇവിടെ. അതായത് ഇത് നോൺ സ്റ്റോക്ക്, it should have been, as per the assumption of classical assumption, it should have been a non-stochastic variable, but it became stochastic. It became unpredictable due to a change in UI. ഇനി മറ്റൊരു ക്ലാസിക്കൽ അസംഷൻ എന്ന് പറയുന്നത് ഏത്? നമ്മൾ 10 അസംഷൻസ് പഠിച്ചാൽ വേറെ ക്ലാസിക്കൽ അസംഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു. ഇൻഡിപെൻഡന്റ് വേരിയബിളും
എറർ ടേമും തമ്മിൽ കോവേരിയൻസ് പാടില്ല എന്നുള്ളതായിരുന്നു. കോവേരിയൻസ് പാടില്ല. സോ അതും വയലേറ്റ് ചെയ്യപ്പെട്ടു. കാരണം ഇത് വർദ്ധിച്ചപ്പോൾ ഇത് മാത്രമല്ല വർദ്ധിക്കുന്നത്, ഇതും വർദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിലൊരു ചേഞ്ച് ഉണ്ടായപ്പോൾ കൺസംഷൻ മാത്രമുള്ള ചേഞ്ച് ചെയ്യുന്നത് ഇൻകവും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ഓയിൽലെസ് ആണ് ഇവിടെ റൺ ചെയ്യുന്നതെങ്കിൽ, ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻ, അതായത് അതിന്റെ ആ വേരിയബിൾസ് എൻഡോജിനസ് ആണെങ്കിൽ, പ്ലീസ് ലിസൺ കെയർഫുള്ളി, if the equation in which we used endogenous variables, then the usual Euler's method will not bring the best coefficients. Best എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ, or the best linear unbiased estimator. It will not be blue estimators. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻഡോജിനസ് വേരിയബിൾസ് ഒരു ഇക്വേഷൻ്റെ അകത്ത് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഓയിൽലെസ് പ്രോപ്പർ ആയിട്ടുള്ള യൂഷ്വൽ ആയിട്ടുള്ള ഓയിൽലെസ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കോയഫിഷ്യൻ ഉണ്ടല്ലോ, ഈ കോയഫിഷ്യൻ β0 β1, ഇത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ കിടന്ന് ഇതെല്ലാം ചെയ്യുന്നത്, മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. that measured or estimated coefficients will be biased, it will be inconsistent. So that is what is called the simultaneous equation bias and the inconsistency of Euler's estimators. ഞാൻ അത് നമ്മുടെ ഒരു ആ സെക്ഷൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയുകയാണ്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് simultaneous equation bias and the inconsistency of Euler's estimators. Okay. ബെല്ലടിച്ചു.